ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയെ മദ്യപിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ദാമു. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു തുള്ളി മദ്യം പോലും കഴിക്കുന്നില്ല കേട്ടോ. സച്ചിക്ക് പകരമായിട്ട് ദാമു നല്ല രീതിയിൽ തന്നെ മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി കയ്യിൽ ഗ്ലാസ്സൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി ആകെ പകച്ചു പോകട്ടെ. ഈ സമയത്ത് സച്ചി ദാമുവിനോടായിട്ട് പറയുന്നുണ്ട്, ഒരു കുടിയെ മറ്റൊരു കുടിയെ വിളിച്ചു കഴിഞ്ഞാൽ പോവില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ നീതികേട് തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ആരാ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ദാമു തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങളിങ്ങ് തിരിഞ്ഞേക്ക്, വേറെ ആരുമില്ല, ഞാൻ നമ്മളെ പറ്റിയാണ് പറഞ്ഞതെന്ന് സച്ചി പറയുന്നത്. കൂട്ടി തന്നെ പറയുകയാണ്, എന്തായാലും ഇത്രയും കുടിച്ചില്ലേ, ഇതും കൂടെ കുടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ബാക്കിയുള്ള മദ്യങ്ങളും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സച്ചിയേട്ടൻ തനിക്ക് എന്ന വാക്ക് കൃത്യമായ രീതിയിൽ തന്നെ പാലിക്കുന്നുണ്ടെന്ന് രേവതിക്ക് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ ദാമു പറയുന്നുണ്ട്, എന്നാലും ബോസ് ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ട് എന്നോട് ചെയ്ത വലിയൊരു ചതിയായിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ബോസ് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ചടങ്ങ് കൂടാനാണ്, നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തുറന്നു പറയും. നമ്മൾ ആ തുറന്നു പറയുന്നത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടു എന്നല്ല. മാത്രമല്ല ഈ ഒരു ചടങ്ങിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എൻ്റെ ഭാര്യയോടായിട്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ആര് പറഞ്ഞു അങ്ങനെ വാക്ക് കൊടുക്കാൻ, ആവശ്യമില്ലാത്ത വാക്കൊന്നും കൊടുക്കരുത് ബോസേ എന്ന് ദാമു പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചിരിച്ചോടെ സച്ചി പറയുന്നുണ്ട്, അത് മാത്രമല്ല എൻ്റെ അച്ഛന് ഈ ഒരു ചടങ്ങ് ഞാൻ മൂലം കുളമാകരുതെന്ന് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ ഞാൻ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല, മാത്രമല്ല മദ്യപിക്കുമില്ല എന്നൊക്കെ ദാമുവിനോടായിട്ട് പറയുകയാണ്. ഈ ഒരു സമയത്ത് രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട്. രേവതിയെ കാണുന്ന സമയത്ത് സച്ചി ഒന്ന് പതറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇതെൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇങ്ങനെ വന്ന് സച്ചിയേട്ടെന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ബാക്കി വരുന്ന മദ്യമാണെങ്കിൽ ദാമു ഫുള്ളായിട്ട് തന്നെ കുടിച്ച് തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചിയും കൂട്ടിക്കൊണ്ടുവന്ന് രേവതി വഹിക്കുന്നത്, നിങ്ങൾ ആരാന്നും പറഞ്ഞിട്ട് അയാളോട് സംസാരിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അയാൾ പെണ്ണിൻ്റെ വീട്ടുകാരനാണെന്ന് പറഞ്ഞത്, കണ്ടാൽ തന്നെ അറിയാം ഒരു മാന്യനാണെന്ന് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും, പിന്നെ മാന്യൻ, അയാളെ കണ്ടറിയാം, നല്ല കള്ള ലുക്കുണ്ട് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ രേവതി. ഈ സമയം സച്ചി പറയുന്നുണ്ട്, ആൾക്കാരെ കണ്ട് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ എനിക്കുണ്ട്, എന്തായാലും അയാൾ അത്ര വലിയ പ്രശ്നക്കാരനാണെന്ന് പറ്റി എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത്, ഉവ്വ സച്ചിനല്ലേ, സച്ചിൻ നിങ്ങൾ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനും കൂട്ടിക്കൊണ്ട് രേവതി ചെല്ലുന്നത് നേരെ രവിയുടെയും അശോകന്റെ അടുത്തേക്കാണ്. സച്ചിയെ കാണുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേ, യാതൊരുവിധ പ്രശ്നമില്ല അച്ഛാന്ന് രേവതി മറുപടി പറയുകയാണ്. താനാകെ പേടിച്ചു പോയി എന്നൊക്കെ രവി പറയുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചില്ലായിരുന്നു അച്ഛന് പേടി, ഞാൻ യാതൊരുവിധ പ്രശ്നത്തിനും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയുകയാണ്, അതെല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ രവി പറയുന്ന സമയത്ത്, ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എന്നാൽ വാ നമുക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ സച്ചി രവിയും കൂട്ടിക്കൊണ്ട് പോകാനിരുങ്ങുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, ചടങ്ങുകൾ കഴിഞ്ഞു എന്നുള്ളൂ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ, അതാണ് നമ്മുടെ മര്യാദ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇനി അതും ഉണ്ടോ, പിന്നെ അയാൾ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണെന്ന് രവി ചോദിക്കുന്ന സമയത്ത്, ഒരു മലേഷ്യക്കാരനല്ലേ, അയാൾ വരുമെന്ന് പറഞ്ഞിട്ട് വന്നുവോ എന്ന് രവിയോടായിട്ട് സച്ചി ചോദിക്കുന്ന സമയത്ത്, ആര് ശ്രുതിയുടെ അച്ഛനെ കുറിച്ചാണ് നീ പറഞ്ഞത്, അത് മഴ വരുന്ന കണക്കാണ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്, പക്ഷെ അദ്ദേഹം ഒട്ട് വരുന്നില്ല എന്നൊക്കെ രവി പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഇതൊക്കെ പാർലറെടുത്തിയുടെ നമ്പറല്ലേ, ഇതൊക്കെ മുൻകൂട്ടി ഞാൻ കണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു സച്ചി നമ്മുടെ ശ്രുതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് രവി പറയുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കാമോ, നീ മിണ്ടാതിരിക്കുന്ന തന്നെ നല്ലത്, നമ്മുടെ ബന്ധുക്കളാണ് ഈ ചുറ്റും നിൽക്കുന്നത്, അവരെ കേട്ട് കഴിഞ്ഞാൽ മോശമാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് രവി പറയുന്ന സമയത്ത് സച്ചി മിണ്ടാതിരിക്കേണ്ട. അതിനുശേഷം സച്ചിനെയും കൂട്ടിക്കൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയുടെ ചടങ്ങ് കഴിഞ്ഞു വന്ന് ബാമു എന്ന് പറയുന്ന സമയത്ത് ശ്രുതി ആകെ ടെൻഷൻ അടിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ചടങ്ങ് കുളമാവുമെന്ന് വിചാരിച്ചാണല്ലോ ശ്രുതി ഒരു ചടങ്ങിന് നിന്ന് കൊടുത്തത്, അതിന് വേണ്ടിയിട്ടാണ് ദാമുവിനെ ഇറക്കിയതും. എന്നാൽ സച്ചിയോട്ട് വെള്ളം അടിച്ചതുമില്ല, ചടങ്ങിന് യാതൊരു പ്രശ്നമില്ലാതെ തന്നെ ചടങ്ങ് മുഴുവനായിട്ട് തീരുകയും ചെയ്തു. ചന്ദ്രാന്തിക്ക് തന്നോടുള്ള ദേഷ്യം കൂടി വരികയും ചെയ്തു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി നോക്കുന്നതെന്ന് പറഞ്ഞ ചന്ദ്രയാണ്. ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനാവാത്ത രീതിയിൽ തന്നെ ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ശ്രുതി ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്ര ശ്രുതിയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ തീയിൽ ചവിട്ടി നിൽക്കുന്ന പോലെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. പെട്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ട്, മഴ വരുന്നു എന്ന് പറഞ്ഞ കണക്കിനാണ് നിന്റെ അച്ഛൻ്റെ കാര്യം നീ പലതവണകളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, താൻ പറ്റിച്ചിട്ടില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുകയാണ്, ഇതെന്തായാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ശ്രുതി, നീ പലതവണകളായി അച്ഛൻ ഇന്ന് വരും, അല്ലെ അച്ഛന് അവിടെ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാമയും മീരയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മീരയാണെങ്കിൽ ശ്രുതി കള്ളം പറഞ്ഞല്ല സത്യമാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്ര ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല.
ഈ ഒരു സമയം തന്നെയാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്ന ഉടനെ തന്നെ ബാമ്മ പറയുന്നുണ്ട്, രവിയേട്ടാ ഒന്ന് ചന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്ക്, ചന്ദ്ര ആകെ സങ്കടത്തിലാണുള്ളത്, അവൾ ആ ഒരു ദേഷ്യം മുഴുവൻ ശ്രുതിയോട് തീർക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര വീണ്ടും ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാനുണ്ടായിരുന്ന, ആ ഒരു പ്രതീക്ഷയല്ല എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്രയെ വിളിച്ചു വരുത്തിയ ആൾക്കാർക്ക് മുന്നിൽ വെച്ചാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്, അത്ര നല്ല കാര്യമല്ല, അത് മരുമകളോട് നീ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷയോട് നീ ഇതേ രീതിക്കായിരിക്കും പെരുമാറുന്നതെന്ന് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞ് ചിന്തിക്കുമെന്നൊക്കെ രവി പറയുന്ന സമയത്ത് അത് സത്യമാണെന്ന് ചന്ദ്രയ്ക്ക് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ ബാമ പറയുന്നുണ്ട്, എന്തായാലും ചടങ്ങുകൾ കഴിഞ്ഞൊന്നും വിചാരിക്കേണ്ട, മോളെന്തായാലും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഒരു കള്ളക്കരച്ചിൽ കരയാണ്. അതിനിടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് എന്തെങ്കിലും ഭാവമാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടോ. അങ്ങനെ ശ്രുതി കരയുന്ന കാണുമ്പോഴത്തേക്കും ബാമയും അതുപോലെ തന്നെ രവിയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറയുകയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് നിങ്ങളെയാണ്, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം, ഒരിക്കലും നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലെ തൊട്ട് തൊഴുന്ന സമയത്തും നമ്മുടെ ചന്ദ്രയെ ഒന്ന് ഓട്ടക്കണ്ണിട്ട് നോക്കുകയാണ് കേട്ടോ. കാരണം ചന്ദ്രയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു അയവ് വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചന്ദ്രയുടെ രവിയുടെ ഒക്കെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം ശ്രുതി നേരെ റൂമിലേക്ക് വന്നിട്ടും നമ്മുടെ ചന്ദ്രയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റിക്ക് തന്നോടുള്ള ഇപ്പോഴത്തെ പെരുമാറ്റവും തന്നോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ ശ്രുതി ആകെ ടെൻഷനിലാണ് കേട്ടോ. ഈ സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. മീര വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ മീര പറയുന്നുണ്ട്, മതിന് എൻ്റെ മുന്നിൽ നീ കരഞ്ഞൊന്നും കാണിക്കൊന്നും വേണ്ട, സത്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കരഞ്ഞ് കാണിക്കുന്നതല്ല മീര, സത്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, കാരണം എനിക്ക് എൻ്റെ ശ്രുതിയെ നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട്, മാത്രമല്ല വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്ന ഉടനെ ചോദിക്കുന്നത്, ശ്രുതി നിൻ്റെ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി നിനക്കും ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്, എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ചൊന്നും പറയരുത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി വേഗം പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ ശ്രുതി എന്നോട് ദേഷ്യപ്പെടുന്നത്, ഞാൻ വേറൊന്നുമല്ല, നിൻ്റെ അച്ഛൻ വന്നോ എന്നല്ലേ ചോദിച്ചോളൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മീര പറയുകയാണ്, അവൾക്ക് ചെറിയൊരു തലവേദന ഉണ്ട് ശ്രുതി, നീ എന്തായാലും മിണ്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകാൻ സമയത്ത് ശ്രുതി പറയുകയാണ്, ശ്രുതി എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ തലവേദനയൊക്കെ കുറവുണ്ടാവും, അവിടെ ഭക്ഷണം വിളമ്പി തുടങ്ങി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് വരെ പോയി ഭക്ഷണം കഴിച്ചാൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മീരേനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം തന്നെ ശ്രുതി സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും എൻ്റെ കാര്യം തീരുമാനമായി, ചടങ്ങ് എല്ലാ രീതിക്ക് ചളമാകുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നും തന്നെ നടന്നില്ല, സച്ചിതയെ മദ്യപിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ട് വളരെ മാന്യനായി തന്നെ അവിടെ നിൽക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്തായാലും സങ്കടപ്പെടുകയൊന്നും വേണ്ട, അവിടെ എന്താ ഉണ്ടായെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മീര നേരെ ദാമുവിനെ അന്വേഷിച്ചിട്ട് ചെല്ലുകയാണ്. ദാമുവിനെ 4 കാലിലാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്തില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ താൻ സച്ചിയോട് മദ്യപിക്കാൻ പരമാവധി പറഞ്ഞ് ശ്രമിച്ചുവെന്നും എന്നാൽ സച്ചി ഒരു തുള്ളി മദ്യം പോലും കഴിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, അത്ര വലിയ മദ്യപാനിയൊന്നുമല്ല സച്ചി, അങ്ങനെയായിരുന്നെങ്കിൽ ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ അത്രയും നേരം കയ്യിൽ ആ ഒരു ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ അത്രയ്ക്ക് ഗട്സ് ഉള്ള ഒരാൾക്കേ പറ്റുകയുള്ളൂ, അല്ലാതെ നല്ലൊരു മദ്യപാനി ഒരിക്കലും ഇങ്ങനെ ഗ്ലാസ് കൈ പിടിച്ചുകൊണ്ട് നിൽക്കില്ല, അയാൾക്ക് അങ്ങനെ പിടിച്ച് നിൽക്കാനുള്ള കൺട്രോളും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ മാഹാത്മ്യം പറയാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നിന്നെക്കൊണ്ട് അവനെക്കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദാമു പറയുന്നുണ്ട്, താൻ പരമാവധി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മീര പറയുകയാണ്, തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, താൻ വന്ന വഴിക്ക് തന്നെ പൊക്കോ, തനിക്കിനി പൈസയില്ല ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ചെയ്ത കൂലിക്കുള്ള പൈസയെങ്കിലും എനിക്ക് തരണമെന്ന് ദാമു പറയുകയാണ്. അതല്ല എന്നാണെങ്കിൽ എല്ലാ കാര്യം സച്ചിയോട് തുറന്നു പറയുമെന്ന് പറയുമ്പോഴത്തേക്കും മീര വേഗം പറയുന്നുണ്ട്, താൻ ഇവിടുന്ന് പോയില്ല എന്നാണെങ്കിൽ താൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നും പറഞ്ഞത് ഞാൻ ഇവിടെ ഉള്ളവരെയൊക്കെ കൂട്ടും, പിന്നെ തൻ്റെ കാര്യം തീരുമാനമാവുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നു ബംഗ്ല എന്നെ വെറുതെ വിട്ടേക്ക്, എന്നിട്ട് ദാമു അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് ശ്രുതിയുടെ അടുത്ത് തിരികെ വന്നതിന് ശേഷം ദാമു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി അവിടെ പറയുകയാണ്. അന്നേരമാണ് ശ്രുതിക്ക് മനസ്സിലാവുന്ന ഒരു തുള്ളി പോലും സച്ചി മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചടങ്ങിനിടയ്ക്ക് സച്ചി യാതൊരുവിധ അലങ്കോലം ഉണ്ടാക്കാറ്. അപ്പം തന്നെ ശ്രുതി പറയുകയാണ്, എന്തായാലും എൻ്റെ കാര്യം തീരുമാനമായി, ഇന്ന് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്തായാലും ആൻറ്റി എന്നെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും, അതല്ല എന്നാണെങ്കിൽ ശ്രുതിയെ എന്നേക്കുമായിട്ട് ആ വീട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോവുക, ഞാനും ശ്രുതിയും മാത്രമായിട്ട് സുഖമായിട്ട് ജീവിക്കുക, അതൊക്കെ മാത്രമേ ലക്ഷ്യമുള്ളൂ, അതല്ല ഒരു കാര്യം നടക്കുകയില്ല, അതല്ല എന്നാണ് ഈ ചടങ്ങിന് മുന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമെന്നൊക്കെ മീരയോടായിട്ട് പറയുന്ന സമയത്ത് നീ എന്തെങ്കിലും ടെൻഷനൊന്നും അടിക്കേണ്ട ശ്രുതി, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ സമാധാനിപ്പിച്ച് നിർത്തുകയാട്ടെ മീര. പിന്നീട് കാണിക്കുന്ന മഹിമയാണ്. മഹിമ പറഞ്ഞു വിട്ട ആളുകൾ മഹിമയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഭക്ഷണം കഴിക്കുന്ന സമയമായില്ലേ, പായസം ചോറൊക്കെ റെഡിയായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ എൻ്റെ ഇത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ച ജോലി ഇതുവരെ നിങ്ങൾ ചെയ്ത് തീർത്തില്ലല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മുങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ
മഹിമ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്ന ആൾ പറയുന്നുണ്ട്, അതല്ല ചേച്ചി, എൻ്റെ കയ്യിൽ നല്ലൊരു സൂത്രമുണ്ട്. മാത്രമല്ല ജയനും അവിടെ നിന്ന് മറ്റൊരു സൂത്രം ചിന്തിക്കുന്നുണ്ട്. അതായത് ഞാൻ ആലോചിച്ചെടുത്ത കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് മഹിമ അയാളോട് ചോദിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാനായിട്ട് എന്തായാലും ചെറുക്കൻ്റെ വീട്ടുകാരാൾ ആദ്യം ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ തന്നെ സച്ചിയുടെ അച്ഛനെയും ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ച് പിടിച്ചിരുത്തും. അതിനുശേഷം ഭക്ഷണം എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം ഇവർ ഉണ്ണാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുകയും രവീനെ മനഃപൂർവ്വം അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതായത് ഒരു VIP ആയിട്ടൊരു വ്യക്തി അവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിക്കണം, അതുകൊണ്ട് തന്നെ രവി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് രവീനെ അവിടെ നിർബന്ധമായി തന്നെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ഇലയിട്ട് ഭക്ഷണം കഴിച്ച് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുന്നു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. അത് സ്വന്തം അച്ഛനോട് പറയുന്ന സമയത്ത് സച്ചി തീർച്ചയായിട്ടും പ്രതികരിക്കും. അവൻ പ്രതികരിച്ച് ഞങ്ങളും തിരിച്ച് പ്രതികരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വളരെയധികം വഷളാവുമെന്നൊക്കെ ഇയാൾ പറയുന്ന സമയത്ത് മഹിമയ്ക്കും അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുവാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എന്തായാലും അതിനുള്ള പ്ലാനിങ് ഒക്കെ നടത്തട്ടെ ചേച്ചി എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. മഹിമയാണെങ്കിൽ ഈ ഒരു കാര്യം സക്സസ് ആവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കാണ്ട് ആ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.